ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾക്ക് ഫോർത്ത് മൊഡ്യൂളിൽ ഇനി എടുക്കാനുള്ളത് അത് ഡിമാൻഡ് ഫോർ മണി ഉണ്ട്. അത് ഈ കെയ്ൻസിൻ്റെ ക്ലാസിക്കൽ സെക്കൻഡ് മൊഡ്യൂള് പറയുന്ന സമയത്ത് പറയും. ഓക്കെ, അത് സെക്കൻഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും കൂടെ കൂടിയ ഒരു ഏരിയയാണ് ഡിമാൻഡ് ഫോർ മണി. സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും എല്ലാം ഒരുമിച്ച് കണ്ടൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ള ഒരു ടോപ്പിക്. അതുകൊണ്ട് ഫോർത്ത് മൊഡ്യൂളോ ചെറിയൊരു സൈഡ് ഹെഡിങ് ഉണ്ട്, അതുകൊണ്ട് ഞാനതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് സെക്കൻഡ് മൊഡ്യൂളോ തേർഡ് മൊഡ്യൂളോ അതിൻ്റെ ഒരു കണക്ഷൻ, ഒരു ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എവിടെയാണ് ഫോളോ ചെയ്യുന്നത് അവിടെ ഞാനത് സെൻഡ് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഫോർത്ത് സെമസ്റ്റർ അത് അത് എക്സെപ്റ്റ് ദാറ്റ് ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഒന്ന് വാട്ട് ഈസ് മീൻ ബൈ മണി മൾട്ടിപ്ലർ എന്നും, അതുപോലെ വാട്ട് ഈസ് ഗ്രഷാംസ് ലോ എന്നും, പിന്നെ ഡീമോണിറ്റൈസേഷൻ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്രയും വളരെ ചെറിയ 3 കോൺസെപ്റ്റ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഫസ്റ്റ്, ഓക്കെ, വി കാൻ ഡിസ്കസ് money multiplier. What is mean by money multiplier? Okay, what is mean by money multiplier? Okay, എന്താണ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ? എന്താണ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിൾ ചേഞ്ച് ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻ ചേഞ്ചസ് ഇൻ ഇൻകം ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്ലയർ. ബട്ട് ദ ചേഞ്ച് ഇൻ ഇൻകം ആസ് എ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ദ മൾട്ടിപ്ലയർ എഫക്റ്റ്. ദാറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നു. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നുണ്ട് തേർഡ് മൊഡ്യൂൾ. ഓക്കെ, മൾട്ടിപ്ലയർ കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ടൈം യു ക്യാൻ ലേൺ മോർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ എടുക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി നമ്മൾ ഒരു എക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻകം വർദ്ധിക്കുക 1 കോടിയാവില്ല, ചിലപ്പോൾ 3 കോടിയാവും, 4 കോടിയാവും, 5 കോടിയാവും. ദാറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്ലർ എഫക്റ്റ്. ഓക്കെ, മൾട്ടിപ്ലർ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജിലായിരിക്കും ഇൻകം വർദ്ധിക്കുക. ദാറ്റ് ഈസ് മൾട്ടിപ്ലർ. സെയിം തിയറി വി ക്യാൻ ആൾസോ അപ്ലൈ ഇൻ മണി സപ്ലൈ അല്ലെങ്കിൽ മണി. പണത്തിനും നമുക്ക് എന്താണ് ആ തിയറി അതേ രൂപത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കാൾഡ് മണി മൾട്ടിപ്ലർ. ഇഫ് യു ആർ അപ്ലൈയിങ് മൾട്ടിപ്ലർ തിയറി ഇൻ മണി, ദെൻ ഇറ്റ് ഈസ് കാൾഡ് മണി മൾട്ടിപ്ലർ. ഹൗ ക്യാൻ യു ഡിഫൈൻ ഇറ്റ്? അത് ഡെഫിനിഷൻ അല്ല. നമുക്ക് മണി മൾട്ടിപ്ലർ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അപ്പോൾ ഇത് ആക്ച്വലി ഐ ക്യാൻ റീഡ് ഹിയർ. ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ആൻ ഇനീഷ്യൽ ഡെപ്പോസിറ്റ്സ് ലീഡ്സ് ടു എ ഗ്രേറ്റർ ഇൻക്രീസ് ഇൻ ദി ടോട്ടൽ ഫൈനൽ മണി സപ്ലൈ. ഓക്കെ, അതാണ് മണി മൾട്ടിപ്ലർ എന്ന് പറഞ്ഞാൽ. ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, ഒരു ബാങ്ക് ഡെപ്പോസിറ്റ്, ആക്ച്വലി മണി മൾട്ടിപ്ലർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദിസ് കോൺസെപ്റ്റ് ഈസ് റിലേറ്റഡ് ടു ബാങ്കിങ് സിസ്റ്റം. ഇത് ബാങ്കിങ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മണി മൾട്ടിപ്ലർ എന്ന് പറയുന്നത്. ജനങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇനീഷ്യലി ഒരു തുടക്കം, ഒരു ഇനീഷ്യൽ എന്നുള്ള വാക്ക് അങ്ങനെയാണ്, അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ലീഡ്സ് ടു, it tells how an initial deposit leads to greater increase in the total money supply. ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റിൽ ഇപ്പോൾ പിന്നെ ജനങ്ങളുടെ സിറ്റിസൺസിൻ്റെ ഡെപ്പോസിറ്റ്, ഒരു പുതിയ ഡെപ്പോസിറ്റ്സ് വരുമ്പോൾ 1 കോടി ഡെപ്പോസിറ്റ് ബാങ്കിൽ വന്നാൽ അത് എത്രത്തോളം അതിനേക്കാൾ മൾട്ടിപ്ലയർ ഇഫക്റ്റിൽ അത് മണി സപ്ലൈയിൽ എങ്ങനെ അത് ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്നതാണ് മൾട്ടിപ്ലയർ. അപ്പോൾ it shows the relationship between initial deposits and change in total money supply. അപ്പോൾ ജനങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ടോട്ടൽ മണി സപ്ലൈയിൽ എന്ത് ഗ്രേറ്റസ്റ്റ് ചേഞ്ച് അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആണ് ഇത് മണി സപ്ലൈയിൽ ഉണ്ടാക്കുന്നതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ഇനീഷ്യൽ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഹൗ ഡെപ്പോസിറ്റ്സ് ലീഡ്സ് ടു മൾട്ടിപ്ലർ ഇൻക്രീസ് എന്ന് പറയാം, മൾട്ടിപ്ലർ ചേഞ്ച് എന്ന് പറയാം. ഇതിൽ ഞാൻ
നിങ്ങളുടെ അടുത്തുള്ള ടെക്സ്റ്റിൽ ഗ്രേറ്റർ ഇൻക്രീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ചേഞ്ച് ഇൻ ദ ടോട്ടൽ മണി സപ്ലൈ എന്ന് ഉപയോഗിക്കും. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ആൻ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ലീഡ്സ് ടു മൾട്ടിപ്ലയർ ചേഞ്ച് ഇൻ ടോട്ടൽ ഫൈനൽ മണി സപ്ലൈ. ഓക്കെ, ഡെപ്പോസിറ്റ് മണി സപ്ലൈ റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മണി മൾട്ടിപ്ലൈ. ദാറ്റ് വേ യു ക്യാൻ ഡിഫൈൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ ഡെപ്പോസിറ്റ്സ് ആണ്, ആ ഡെപ്പോസിറ്റ്സ് ആണ് ബാങ്കിൻ്റെ റിസർവ്സ് വരുന്നത്. ആ റിസർവ്സിൽ മാറ്റം വന്നാൽ മണി സപ്ലൈയിൽ അത് മൾട്ടിപ്ലർ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മണി മൾട്ടിപ്ലയർ ഈസ് ഓൾസോ കോൾഡ് ആസ് മോണിറ്ററി മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയർ is also called as monetary multiplier. It represents the largest degree to which money supply is influenced by change in the quantity of deposit. ഈ മണി മൾട്ടിപ്ലയർ പറയുന്നത് ഈ മണി സപ്ലൈയിലുള്ള ഈ വലിയ മാറ്റം ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഡെപ്പോസിറ്റ്. നമ്മുടെ എക്കോണമിയിലുള്ള ടോട്ടൽ മോണിറ്ററി ബേസ് അല്ലെങ്കിൽ മണി സപ്ലൈ അതിലുള്ള മാറ്റം ആക്ച്വലി കൊണ്ടുവരുന്നത് ആരാണ്? ഈ ഡെപ്പോസിറ്റിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ചാണ്. ജനങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അളവാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയാണ് ആക്ച്വലി എന്ത് തീരുമാനിക്കുന്നത്? സപ്ലൈ ഓഫ് മണി തീരുമാനിക്കും. അപ്പോൾ കൂടുതൽ സപ്ലൈ ഓഫ് മണി എക്കോണമിയിൽ വരണമെങ്കിൽ ഡെപ്പോസിറ്റ് കൂടണം. ഡെപ്പോസിറ്റ് കൂടുതൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആർ ദ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഓഫ് ഡിഗ്രി ഓഫ് മണി സപ്ലൈ ഓഫ് എൻ എക്കോണമി. അതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൗ ക്യാൻ യു ഡിഫൈൻ ഇറ്റ്? അതിൻ്റെ വളരെ സിമ്പിൾ, ഇതൊക്കെ ഡിസ്ക്രിപ്ഷനാണ്. ഇനി മണി മൾട്ടിപ്ലർ നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ കറക്റ്റായിട്ട്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ it is the ratio of changes in the money supply in relation to the changes in deposits. Okay, changes in deposit. It is the ratio of changes in the money supply in relation to the changes in deposits. അതാണ് മണി സപ്ലൈയിലുള്ള ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഡെപ്പോസിറ്റ്. അതാണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് യു ക്യാൻ ഡിഫൈൻ മണി മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ചസ് ഇൻ മണി സപ്ലൈ ടു ദ ചേഞ്ചസ് ഇൻ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ബാങ്ക് റിസർവ്സ് എന്നും പറയാം. അത് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇക്വേഷൻ മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ചേഞ്ച്. ഞാൻ ഡെൽറ്റ കൊടുത്ത് അത് നിങ്ങൾ ചേഞ്ച് എന്ന് എഴുതിക്കോളുള്ളൂ. ഓക്കെ, ഞാൻ നോട്ടിൽ ഷോർട്ടാക്കി കൊടുത്തത്. മണി മൾട്ടിപ്ലയർ ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ ടോട്ടൽ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹരിക്കണം ചേഞ്ച് ഇൻ ദി മോണിറ്ററി ബേസ്. ദാറ്റ് ഈസ് കാൾഡ് മണി മൾട്ടിപ്ലയർ. So money multiple, how can you write in an equation which is equal to change in the total money supply divided by change in the monetary base. That is called the money multiplier. But what is meant by monetary base? നമുക്കറിയാം monetary base is also called high powered money. High powered moneyയെ പറയുന്ന പേരാണ് monetary base. അപ്പോൾ high powered money എങ്ങനെയാണ്, എന്തൊക്കെയാണ് കോമ്പോണൻസ് ഉള്ളത്? അതിൽ കറൻസി ഹെൽഡ് ബൈ ദ പബ്ലിക് ഉണ്ട്, റിക്കവേർഡ് റിസർവ്സ് ഉണ്ട്, ദാറ്റ് മീൻ എക്സസ് റിസർവ്സ് ഉണ്ട്. ഈ കറൻസി ഹെൽഡ് ബൈ പബ്ലിക്കും റിക്കവേർഡ് റിസർവും ഒക്കെ എന്താണ്? ഡെപ്പോസിറ്റ്സിനെ ജനങ്ങളുടെ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ്സിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതാണ് മോണിറ്ററി ബേസ് അല്ലെങ്കിൽ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി മണി മൾട്ടിപ്ലർ. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗ്രഷാംസ് ലോ. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗ്രഷാംസ് ലോ. വാട്ട് ഈസ് മീൻ ബൈ ഗ്രഷാംസ് ലോ? ദിസ് ലോ സ്റ്റേറ്റഡ് ദാറ്റ് ബാഡ് മണി ഡ്രൈവ്സ് ഔട്ട് ഗുഡ് മണി ഫ്രം സർക്കുലേഷൻ. എന്താണ് ഈ തിയറി പറയുന്നത്? ബാഡ് മണി ഡ്രൈവ്സ് ഔട്ട് ഗുഡ് മണി ഫ്രം സർക്കുലേഷൻ. ഓക്കെ, അതെന്താ വെച്ചാൽ ഈ നമ്മുടെ ബാഡ് മണി എപ്പോഴും പുറന്തള്ളും ആരെ? ഗുഡ് മണി ഫ്രം സർക്കുലേഷൻ. ബാഡ് മണി ഡ്രൈവ്സ് ഔട്ട് ഗുഡ് മണി ഫ്രം ദ സർക്കുലേഷൻ. ഓക്കെ, ദിസ് തിയറി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് by Thomas
ഗ്രഷാം. ഓക്കെ, അപ്പോൾ അയാളുടെ പേര് തന്നെയാണ് എന്താണ്, ഗ്രഷാം എന്നാണ്. അപ്പോൾ അയാളുടെ തോമസ് ഗ്രഷാം എന്നാണ് അയാളുടെ പേര്. ഇത് പറയുന്നത് എന്താ പറയുക, ഇപ്പം നമ്മളെടുത്ത് ഒരേ വാല്യൂ ഉള്ള 2 100 രൂപ നോട്ടുണ്ട്. എത്ര നോട്ട്സ്? 2 100 രൂപ നോട്ട്. ഒന്നൊരു പഴയ നോട്ടാണ്, ഗവൺമെൻറ് അല്ലെങ്കിൽ ലീഗൽ ടെൻഡറുള്ള അല്ലെങ്കിൽ ലീഗൽ വാലിഡിറ്റി ഉള്ള ഒരു പഴയ നോട്ടാണ്. ഒന്നൊരു പുതിയ നോട്ടാണ് 100. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു മാർക്കറ്റിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു സൈക്കോളജി, അതിലൊരു സൈക്കോളജി ഉണ്ട്. നമ്മളെ പഴയ മണി പണം 100 രൂപ നോട്ട് കൊടുത്തിട്ട് സാധനം വാങ്ങുക, പുതിയ മണി നമ്മൾ പോക്കറ്റ് വെക്കും. ഓക്കെ, ആ ഫിനോമിന, ആ ഒരു ജനങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡിനെയാണ് ഗ്രഷാംസ് ലോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻ ബാഡ് മണി ഡ്രൈവ്സ് ഔട്ട് ഗുഡ് മണി ഫ്രം സർക്കുലേഷൻ. നമ്മുടെ അടുത്ത് കുറേ പഴയ നോട്ടുണ്ട്, പുതിയ നോട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസിനും സെയിലിനും വേണ്ടി ഉപയോഗിക്കുക, എപ്പോഴും ആ പഴയ മണി എടുത്തിട്ട് ആദ്യം ചിലവാക്കും, പുതിയ മണി നമ്മൾ എന്ത് ചെയ്യും? കയ്യിൽ പോക്കറ്റ് വെക്കും. ദാറ്റ് ഈസ് കാൾഡ് ഗ്രഷാംസ് ലോ. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം, വെൻ 2 forms of currency notes with the same face value exist. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അടുത്ത് എന്താ 2 forms of currency notes ഉണ്ട്. എക്സാമ്പിൾ 100 രൂപ നോട്ട്, 2 100 രൂപ നോട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫേസ് വാല്യൂ രണ്ടും 100 രൂപയാണ്. അത് പഴയ നോട്ട് കൊടുത്താലും പുതിയ നോട്ട് കൊടുത്താലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുക 100 രൂപയുടെ സാധനമാണ്. പുതിയ നോട്ടായതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും അതുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് മീൻ ദ കറൻസി നോട്ട് വിത്ത് എന്താണ്, കറൻസി നോട്ട് വിത്ത് ദ സെയിം ഫേസ് വാല്യൂ, അതുകൊണ്ടാണ് സെയിം ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പോൾ 2 കറൻസി നോട്ട്സ് വിത്ത് സെയിം ഫേസ് വാല്യൂ നിലനിൽക്കെ, കറൻസി നോട്ട് വിത്ത് ലോവർ ഇൻട്രിൻസിക് വാല്യൂ, ദാറ്റ് മീൻ ബാഡ് മണി. ലോവർ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആന്തരികമായിട്ടുള്ളൊരു വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് ബാഡ് മണി. ഓക്കെ, ലോവർ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ പിന്നെ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത നോട്ട് അല്ലെങ്കിൽ പഴയ നോട്ടിനോട് നമുക്ക് എന്താണ്, വി ഹാവ് എ ലോവർ ഇൻട്രിൻസിക് വാല്യൂ. നമുക്ക് ആന്തരികമായി സൈക്കോളജിക്കലി വി ഹാവ് എ ലോവർ വാല്യൂ. ആക്ച്വലി ഫേസ് വാല്യൂ പഴയ നോട്ടും പുതിയ നോട്ടും സെയിം ആണ്, പക്ഷെ ബട്ട് അവർ ഇൻട്രിൻസിക് വാല്യൂ ഈസ് പുവർ അല്ലെങ്കിൽ ലോവർ ഫോർ ബാഡ് നോട്ട്, ബാഡ് മണി, അല്ലെങ്കിൽ ആ പഴയ ഓൾഡ് നോട്ട്സിന് അത് കുറവാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? അത് ദാറ്റ് വിൽ ബിക്കം ചീഫ്. അതെന്ത് ചീഫ് ആവും? എന്തിന്? ചീഫ് സർക്കുലേറ്റിംഗ് മീഡിയം. അതെന്ത് ചെയ്യുന്നു? അതൊരു പ്രധാനപ്പെട്ട പഴയ നോട്ട് ഫ്രണ്ടിലോട്ട് വന്ന് അതായിരിക്കും നമ്മുടെ ഈ മാർക്കറ്റിൽ പോയ ഒരു സർക്കുലേറ്റിംഗ് മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ആൻഡ് എന്ത് സംഭവിക്കും? കറൻസി നോട്ട്സ് ഓഫ് ഹയർ ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ഗുഡ് മണി, പുതിയ നോട്ടാണ്, നമുക്കുള്ളിൽ ഭയങ്കര സന്തോഷമാണ്, പുതിയ നോട്ടാണ്. അപ്പോൾ അതിൽ എന്താണ്? വി ഹാവ് എ ഹയർ ഇൻട്രിൻസിക് വാല്യൂ. സൈക്കോളജിക്ക് വി ഹാവ് ഹയർ ഇൻട്രിൻസിക് വാല്യൂ. നമുക്ക് അതിൻ്റെ മാനസികമായിട്ട് നമുക്ക് അതിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? ദാറ്റ് വിൽ ഡിസപ്പിയർ ഫ്രം സർക്കുലേഷൻ. അതെന്ത് ചെയ്യും? സർക്കുലേഷനിൽ വരില്ല. ബിക്കോസ് പീപ്പിൾ ഹോൾഡ് ഇറ്റ്. പീപ്പിൾ എന്ത് ചെയ്ത് പൂഴ്ത്തി വെക്കും. അപ്പോൾ അതാണ്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. സെയിം ഫേസ് വാല്യൂ ഉള്ള ഒന്നിൽ കൂടുതൽ നോട്ട്സ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പഴയ നോട്ട്സ് എടുത്തിട്ട് സർക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ മീഡിയം എക്സ്ചേഞ്ചിൽ ചീഫ് അതായിരിക്കും. പുതിയ നോട്ട് നമ്മൾ എന്ത് ചെയ്യും? സർക്കുലേഷന് ഡിസപ്പിയർ ആവും. കാരണം എന്താ വെച്ചാൽ അത് ജനങ്ങളൊക്കെ കയ്യിൽ വെക്കും, പോക്കറ്റിൽ പേഴ്സിലൂടെ കിടക്കട്ടെ, പുതിയ നോട്ടല്ലേ, 2021 ഇറങ്ങിയ നോട്ടാണ്, ആ 100 നോട്ട് അവിടെ കിടക്കട്ടെ എന്ന് പറയും. അപ്പം ദാറ്റ് സിറ്റുവേഷൻ ഇസ് കാൾഡ്, അല്ലെങ്കിൽ ദാറ്റ് സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഇസ് കാൾഡ് ഗ്രഷാംസ് ലോ. ഓക്കെ, ദസ് ബാഡ് മണി ഡ്രൈവ്സ് ഓഫ് ഗുഡ് മണി. അതാണ് പറയുന്നത്. ഇത് അത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ഗ്രഷാംസ് ലോ എന്ന് ചോദിച്ചാൽ എന്താണ്? ബാഡ് മണി ഡ്രൈവ്സ് ഓഫ് ഗുഡ് മണി ഫ്രം സർക്കുലേഷൻ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഡീമോണിറ്റൈസേഷൻ? എല്ലാവർക്കും അറിയാം ഡീമോണിറ്റൈസേഷൻ എന്ന് പറയും. എന്താ ഡീമോണിറ്റൈസേഷൻ? ഇറ്റ് റെഫേഴ്സ് ടു ദ റിമൂവൽ ഓഫ് കറൻസി നോട്ട്സ് ഓർ കോയിൻസ് ഫ്രം ദ സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ കറൻസി നോട്ട്സ് പെട്ടെന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ RBI കറൻസി നോട്ട്സും കോയിൻസും അതെന്താ ചെയ്യുക? അത് റിമൂവൽ ചെയ്യാണ്. ആ റിമൂവൽ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? ഡീമോണിറ്റൈസ്. റിമൂവൽ ചെയ്താൽ മാത്രം പോരാ, അക്കംപ്ലിഷിംഗ് ബൈ എലിമിനേറ്റിംഗ് സ്റ്റാറ്റസ് ആസ് ലീഗൽ ടെൻഡർ. അപ്പോൾ
ലീഗൽ ടെൻഡർ, ലീഗലായിട്ടുള്ള ഒരു പേപ്പറാണ് ആക്ച്വലി ഒരു 500 ആണെങ്കിലും 100 ആണെങ്കിലും 2000 ആണെങ്കിലും ആക്ച്വലി ദർ പേപ്പേഴ്സ്. ഓക്കെ, പേപ്പർ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് 500 ആയത്, 100 ആയത്, 2000 ആയത് എന്ന് ചോദിച്ചാൽ അതിനെന്തുണ്ട്, ഗവൺമെൻറ് ആ പേപ്പറിന് ഒരു ലീഗൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലീഗൽ ടെൻഡർ. അപ്പോൾ ആ ലീഗൽ ടെൻഡർ എടുത്ത് കളയുകയാണ്. അത് പിന്നെ എടുത്ത് കളഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എന്തായി, അത് വെറും പേപ്പറായി മാറി. ദാറ്റ് ഈസ് കാൾഡ് ഡിമോണിറ്റൈസേഷൻ. ഓക്കെ, ഡിമോണിറ്റൈസേഷൻ റെഫേഴ്സ് ടു ദ റിമൂവൽ ഓഫ് എ കറൻസി നോട്ട് or coins from circulation, accomplishing by eliminating its status as legal tender. എന്തുകൂടെ ചെയ്യുന്നുണ്ട്, അതിന് ലീഗൽ സ്റ്റാറ്റസ് കൂടെ, അല്ലെങ്കിൽ ലീഗൽ ടെൻഡർ ഉണ്ടല്ലോ, ലീഗൽ ടെൻഡർ, ലീഗൽ വാലിഡിറ്റി, അതുകൂടെ അതിൻ്റെ സ്റ്റാറ്റസും എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ കറൻസി നോട്ട്സ് റിമൂവ് ചെയ്യുന്നു. ആസ് ഫാർ ആസ് ഇന്ത്യ ഈസ് കൺസേൺ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിമോണിറ്റൈസ്ഡ് 500 and 1000 rupees notes with effect from 9 November 2016. 2016 നവംബർ 9 ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ 500 നോട്ട്സും അതുപോലെ 1000 റുപ്പി നോട്ട്സും എന്താക്കി, ഡിമോണിറ്റൈസ് ചെയ്തു, അല്ലെങ്കിൽ റിമൂവൽ ചെയ്തു. അതിൻ്റെ ലീഗൽ ടെൻഡർ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ 10 നവംബർ 10 ഒരു നിശ്ചിത പീരീഡ് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിന് ശേഷം പിന്നെന്താണ്, ഈ 500 നോട്ടും 100 നോട്ടും ജസ്റ്റ് പേപ്പർ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ആ നോട്ട്, 500 നോട്ടോ 100 നോട്ടോ നിങ്ങളെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാവും. അത് നിങ്ങൾ പുറത്തിറക്കിയാൽ നിങ്ങൾ എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരും ഒന്ന്. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ ഫേസ് വാല്യൂ ആക്ച്വലി 0. അതിനൊരു പേപ്പർ പീസിൻ്റെ, ഒരു A4 ഷീറ്റിൻ്റെ വില വാല്യൂ മാത്രമേ ഉള്ളൂ. ആ വാല്യൂ ഇല്ല, A4 ഷീറ്റ് നമുക്ക് എഴുതാൻ പറ്റും, അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. പക്ഷേ 500-ൻ്റെ 1000-ൻ്റെ നോട്ടിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ 0 ആവും. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് പിന്നെ ആക്ടിവിറ്റി ഈസ് കോൾഡ് ഡിമോണിറ്റൈസേഷൻ. ഹോപ്പ് all of you got the idea. Okay, thank you.